ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് വ്ലോഗ് ആയാലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി തുടങ്ങി. ഇന്ന് ഗോതമ്പ് പുട്ടും മുട്ടക്കറിയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ വന്നപ്പോൾ ഇതാ ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് പുഴുകാന്ന് വിചാരിച്ചു. കാരണം ഇനി ഇത് ഒരുമിച്ച് പഴുത്തു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും പുറകെ നടക്കണം അതൊന്ന് കഴിച്ചു തീർക്കാനായിട്ട്. അപ്പം ഞാൻ നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് ഇഡലി തട്ടിൽ വെച്ച് കൊടുത്ത് പുഴുങ്ങാനായിട്ട് അതവിടെ ഇരുന്നൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് പുട്ടിനുള്ള പരിപാടി നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി എടുത്തു. ആദ്യം തന്നെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച 2 തവി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടി വെച്ച് പുട്ടുണ്ടാക്കുമ്പോൾ അത് കുറച്ച് സോഫ്റ്റ് ആണെന്നാണ്. നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞാൻ നമ്മുടെ പൊടിയിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പുട്ടിനായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിരകി വെച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ തട്ടിലിരുന്ന ഏത്തപ്പഴം എന്താ നന്നായിട്ട് തൊലിയൊക്കെ പൊട്ടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അതെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാമേ. ഏത്തപ്പഴമൊക്കെ കാര്യമായിട്ട് പുഴുങ്ങുന്നുണ്ടെങ്കിലും ഈ പുട്ടിൻ്റെ കൂടെ ഒന്നും പഴം കൂട്ടി കഴിക്കാൻ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. എനിക്ക് എപ്പോഴും കറി വേണം. അത് പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും ഉപ്പുമാവിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏത്തപ്പഴമൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ആ ഇഡലിത്തട്ടൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഞാൻ പുട്ടിന് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഗോതമ്പ് പുട്ടുണ്ടാക്കുന്ന ഇഡലിത്തട്ടിൽ ആവി കയറ്റി എടുക്കാറാണ് പതിവ്. എത്രയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പുട്ടുകുറ്റിയിൽ ഈ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പുട്ടുകുറ്റി തന്നെ ഉണ്ടാക്കും കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം ഞാൻ ഇഡലിത്തട്ടിൽ നമ്മുടെ പുട്ട് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ നമുക്കുള്ള മുട്ടക്കറി, പുട്ടിനുള്ള മുട്ടക്കറിയാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളുടെ ഇഡലിത്തട്ടിൽ നിന്ന് ആവിയൊക്കെ വന്നതാ പുട്ടും ഇവിടെ വെന്ത് കഴിഞ്ഞു. ഇതിൻ്റെ കൂട്ടത്തിലൊരു ചായയും കൂടി ഇട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ലഞ്ചിനായിട്ട് ആദ്യം തന്നെ ഞാൻ അരി ഇട്ടു കേട്ടോ. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ അരി ഇടുന്നത് എപ്പോഴും സാധാ അടുപ്പിലാണ്, വിറകടുപ്പിലാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ മത്തങ്ങക്കറിയാണ് വെച്ചത്. ഇന്ന് വെച്ചിരിക്കുന്ന എല്ലാ കറിയും ഞാൻ ഷോർട്സ് ആക്കി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ഷോർട്സ് എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അതെ, മത്തങ്ങക്കറിക്കുള്ളത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചപ്പോഴത്തേക്ക് അച്ഛനും മോനും ഞങ്ങളുടെ ഉപ്പാപ്പൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ബൈക്കിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. പാച്ചിക്കൂട്ടൻ ടാറ്റയൊക്കെ തന്നു. അങ്ങനെ 2 പേരെയും ഞാൻ യാത്രയാക്കി. അപ്പോഴത്തേനും നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്ന് തുടങ്ങി. പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴക്കോളം ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണേ. അപ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തേങ്ങയൊക്കെ അരച്ചു. മത്തങ്ങയും പയറിട്ടാണ് ഞാൻ ഈ മത്തങ്ങക്കറി വെച്ചത്. അങ്ങനെ പയറും തേങ്ങയും മത്തങ്ങയും കൂടെ ഒക്കെ നന്നായിട്ട് ഉടച്ചിളക്കി എടുത്തിട്ട് നമ്മുടെ കടുകൊക്കെ വറുത്ത് ഞാൻ താളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മത്തങ്ങക്കറി ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വെച്ചേക്കുന്നത് നമ്മുടെ സോയാബീൻ റോസ്റ്റ് ആണേ. അപ്പോൾ ഈ സോയാബീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ സോയാബീനൊക്കെ റെഡിയായി. ഈ സമയം കൊണ്ട് നമ്മൾ അരി ഇട്ടിരുന്നല്ലോ, അത് നല്ലതായിട്ട് വെന്ത് കിട്ടി. അരിയൊക്കെ ഞാനൊന്ന് ഊറ്റി വെച്ച് കേട്ടോ. ഇതിൻ്റെ ഒപ്പം ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് മീൻകറി ഇന്നലെ വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ കറിയൊന്നും വെക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരുപാട് പച്ചക്കറിയാണ് കേടാവാറായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തട്ടിക്കൂട്ടി പെട്ടെന്നൊരു അവിയൽ വെച്ചു. ഈ അവിയലിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചേനയോ മുരിങ്ങയ്ക്കോ ക്യാരറ്റോ ഒന്നും ഇല്ലായിരുന്നു. കേടായി വന്ന പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞിട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ ലഞ്ച് മാത്രമല്ല കേട്ടോ, ഈ കറികളൊക്കെ നമുക്ക് വൈകിട്ടത്തേനും കാണും. അപ്പോൾ ഡിന്നറും ഇവിടെ റെഡിയായേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് വ്ലോഗ് എന്ന് പറയുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.